KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി ഡിസ്ചാർജ് ആയത്. റോഡ് മാർഗം മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുമെന്നാണ് സൂചന. ഇന്നലെ രാത്രിയോടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് പരിയാരം മെഡിക്കൽ കോളേജ് അറിയിച്ചു. അതിനിടെ പ്രതിഷേധമുണ്ടായ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾക്കായി യൂത്ത് കോൺഗ്രസ് ദക്ഷിണ റെയിൽവേക്ക് അപേക്ഷ നൽകി. മന്ത്രിക്കൊപ്പമുള്ള ആശുപത്രിയിൽ നിന്നുള്ള സെൽഫിയിൽ വിശദീകരണവുമായി നഴ്സ് സ്മിതയും രംഗത്തെത്തി. സൈബർ ആക്രമണം എന്ത് ക്രൂരമായിരുന്നു എന്നാണ് ഫേസ്ബുക്കിൽ ചോദ്യം. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നുള്ളത്. ആരോഗ്യനില തൃപ്തികരമെന്നല്ലേ പരിയാരം മെഡിക്കൽ കോളേജ് അറിയിച്ചത്? അതിനെ തുടർന്നാണോ ഇപ്പോൾ മന്ത്രി ആശുപത്രി വിട്ടിരിക്കുന്നത്? നേരെ വീട്ടിലേക്കാണോ അതോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് നേരിട്ട് പോവുകയാണോ? ഇനി മെഡിക്കൽ കോളേജിൽ പോയി ഇൻപേഷ്യന്റ് ആവേണ്ടതുണ്ടോ? അതായത് അവിടെ പോയി അഡ്മിറ്റായി ചികിത്സ വേണ്ടതുണ്ടോ? എങ്ങോട്ടാണ് മന്ത്രിയുടെ പോക്ക്? അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ്. അല്പസമയം മുൻപ് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴും സൂപ്രണ്ട് പറയുന്നത് ഇന്നലെ രാത്രിയിൽ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ആ മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനം ഇന്നലെ തന്നെ സ്വീകരിച്ചിരുന്നു. ഓൺലൈനായാണ് ഇന്നലെ മെഡിക്കൽ ബോർഡിൻ്റെ യോഗം രാത്രിയിൽ ചേർന്നത്. അതിനുശേഷം മന്ത്രിയോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. മന്ത്രിയും ഇത് സംബന്ധിച്ച്, അതായത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു താല്പര്യം അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മന്ത്രി ഡിസ്ചാർജ് ആവുന്നത്. 4 മണി ഇങ്ങനെ പുലർച്ചെ ഡിസ്ചാർജ് ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന പോലെ രാവിലെ റോഡ് മാർഗമാണ് പോകുന്നത്. കാരണം ഇവിടെ നിന്ന് മറ്റ് സംവിധാനങ്ങൾ, ഫ്ലൈറ്റ് ഉള്ളത് വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ പോകുന്നതിലുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നീടുള്ളത് ട്രെയിൻ മാർഗം പോകാനാണ്. പക്ഷേ ട്രെയിൻ മാർഗം പോകുമ്പോഴും ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈ റോഡ് തന്നെ പോകാനുള്ള തീരുമാനമെടുത്തത്. വലിയ ഗതാഗത കുരുക്കോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ സാന്നിധ്യമൊക്കെ റോഡിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആശുപത്രിയിൽ നിന്നും എത്താനുള്ള സ്ഥലം, അതായത് കോഴിക്കോടേക്ക് ഇങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നല്ല ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ക്രമീകരണം ഏർപ്പാടാക്കിയത് കൊണ്ടാണ് പുലർച്ചെ 4 മണിയോടുകൂടി ആശുപത്രി വിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി, ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള അധികൃതർ പറയുന്നത്. എന്തായാലും മന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയിൽ നല്ല പുരോഗതിയുണ്ട്. ഇന്നലെയൊക്കെ കഴുത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാൽ നൽകിയ മരുന്നുകളുടെയൊക്കെ ഭാഗമായി ആ വേദന കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ വീണ ജോർജ് പരിയാരം ആശുപത്രി വിട്ടിട്ടുണ്ട്. നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. റോഡ് മാർഗമാണ് സഞ്ചാരം. രാവിലെ 4 മണിക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി.